ഇതൊരു ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ആരാണ് റിഫ്ലക്ഷൻസ് ആണ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും റൊട്ടേഷൻസ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, എന്തു പറഞ്ഞു, ഈ നമ്മുടെ ഡി എന്നില് അല്ലേ, ഡി ജനറലായിട്ട് പറഞ്ഞാൽ ഡി എന്നില് മൊത്തം 2n എലമെന്റ്സ് ഉണ്ട് അല്ലേ. ഡി എൻ ഹാസ് 2n എലമെന്റ്സ്. പകുതി എണ്ണം റിഫ്ലക്ഷൻസ് ആയിരിക്കും, ഹാഫ് റിഫ്ലക്ഷൻ ആയിരിക്കും, ഹാഫ് റൊട്ടേഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും റിഫ്ലക്ഷൻസ് വന്നു, സെക്കൻഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും റൊട്ടേഷൻസ് വന്നു. ആ റൊട്ടേഷൻസ് എഴുതാൻ വളരെ ഈസിയാണ്. ആ 120യും ആ 240യും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ ഈ 120യും 240യും കൂടി ആഡ് ചെയ്താൽ 360 0 ആണ്. 0 ഡിഗ്രി 360 ഡിഗ്രി ഒന്നല്ല. അപ്പൊ ഇതും ഗ്രൂപ്പാണെന്ന് നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതും ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ഫ്രം ടേബിൾ multiplication is binary അല്ലേ, function composition is binary, from table operation is closed എന്ന് പറഞ്ഞാൽ മതി. ടേബിൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ആ ടേബിളിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം D3 ആൾക്കാരാണ്. ആണെങ്കിൽ ദാറ്റ് ഈസ് f of g element of D3 for all f, g element of D3. D3 ഏത് രണ്ട് എലമെന്റ് എടുത്താലും അവ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ D3 തന്നെ ഉണ്ടാവും. അസോസിയേറ്റിവിറ്റി ട്രൂ ആണ്, ആൾസോ ട്രൂ ആണ്, ഈസ് ഓൾസോ ട്രൂ. ഇവിടെ ആരാ ഐഡന്റിറ്റി എലമെന്റ്, R0 ആണ് ഐഡന്റിറ്റി എലമെന്റ് അല്ലേ. R0 is the identity element. അല്ലെ, ഗ്രൂപ്പിന് 4 കണ്ടീഷൻസ് വേണ്ടേ. ഇനി ഇൻവേഴ്സ് നോക്ക്, ഇൻവേഴ്സ് ഓഫ് R0, R0ന്റെ ഇൻവേഴ്സ് R0 ആണ് അല്ലേ. അടുത്ത് ഇൻവേഴ്സ് ഓഫ് R120, R120യുടെ ഇൻവേഴ്സ് R240 ആണ്. ഇൻവേഴ്സ് ഓഫ് R240, R240ന്റെ ഇൻവേഴ്സ് R120 ആണ്. ഇൻവേഴ്സ് ഓഫ് എന്റെ ഇൻവേഴ്സ് എ തന്നെ കിട്ടിക്കാണും. ഇൻവേഴ്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു ബി ആണ്. ഇൻവേഴ്സ് ഓഫ് സി എന്ന് വെച്ചാൽ സി ആണ്. അതൊക്കെ ഞാൻ പറയണ്ടല്ലോ, നമ്മൾ ഇന്നലെ D4 വളരെ വ്യക്തമായിട്ട് നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ hence D3 is a group. D3 is a group. പിന്നെ എന്ത് പറയാം, നമുക്ക് R120 into A. What is R120A? R120 ഇതല്ലേ R120 A എന്ന് വെച്ചാൽ സി അല്ലേ. അടുത്ത് A R120 B അല്ലേ. R120A R120A എന്ന് വെച്ചാൽ സി ആണ്. അതുപോലെ A into R120 എന്ന് വെച്ചാൽ B ആണ്. That is R120A not equal to A into R120 അല്ലെ. ഒരിടത്ത് കമ്മ്യൂട്ടേറ്റിവിറ്റി തെറ്റിയാൽ പിന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യില്ലല്ലോ. So that is commutativity fails അല്ലെ. Commutativity fails. Thus D3 is a non-commutative group. അല്ലെങ്കിൽ D3 is a non-abelian group. D3 is a non-commutative group അല്ലെങ്കിൽ D3 is a non-abelian group.
കണ്ടോ D3ന്റെ ഓർഡർ എത്രയുടെ എടോ D3ന്റെ ഓർഡർ എത്രയാടോ നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എടാ ഓർഡർ ഓഫ് D3 എത്ര തന്നെ വാട്ട് ഇസ് ഓർഡർ ഓഫ് D3 വാട്ട് ഇസ് ഓർഡർ ഓഫ് D3 വാട്ട് ഇസ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സുകളുടെ എണ്ണത്തെ അല്ലേ ഗ്രൂപ്പ് ഓർഡർ എന്ന് വിളിക്കുന്നത് ഓർഡർ ഓഫ് D3 6 ആണ് 6 അല്ലേ അപ്പൊ 6 ഓർഡറുള്ള അതായത് ഏറ്റവും കുഞ്ഞു നോൺ അബീലിയൻ ഗ്രൂപ്പാണ് D3 നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ നോൺ അബീലിയൻ കാരണം 6 ഓർഡറുള്ള 5 ഓർഡറുള്ള ഒരു ഗ്രൂപ്പും നോൺ അബീലിയൻ ആവൂല അല്ല നോൺ അബീലിയൻ ആവത്തില്ല അബീലിയനായിരിക്കും 4 ഓർഡറുള്ളതും എല്ലാം അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും 3 ഓർഡറുള്ളതും എല്ലാം അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും ഏറ്റവും ചെറിയ നോൺ അബീലിയൻ ഗ്രൂപ്പാണ് D3 D4 നോൺ അബീലിയൻ ഗ്രൂപ്പ് തന്നെയാണ് D4 8 എലമെന്റ്സ് അല്ലേ അപ്പൊ നിങ്ങളോട് ഇനി സബ് ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ സബ് ഗ്രൂപ്പ്സ് ഓഫ് D3 ആരൊക്കെയാ ആരൊക്കെയുടെ D3ന്റെ സബ് ഗ്രൂപ്പ്സ് നിങ്ങൾ ഏത് ഗ്രൂപ്പ് എടുത്താലും ഉടനെ തന്നെ ഒരു സബ് ഗ്രൂപ്പ് പറയുമല്ലോ അതാരാ ഐഡന്റിറ്റി എലമെന്റ് അപ്പോൾ ഇതൊരു സബ് ഗ്രൂപ്പ് അല്ലേ ഇനി ആരെങ്കിലും സബ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചവരുണ്ടോ 2 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചവരുണ്ടോ എന്ന് പറഞ്ഞ് 2 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചവരുണ്ടോ എടാ 2 ഓർഡർ ഉള്ള സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിച്ചവരുണ്ടോ പിന്നെ സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കാനല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വിട്ടെ ഹോംവർക്കായിട്ട് ആരും ചെയ്തില്ലേ നോക്കിയേ നമ്മുടെ ഒരു തിയറം പഠിച്ചല്ലോ എന്താ ലെറ്റ് G be a group and H be a finite subset of G and H be a finite subset of G if H is closed if H is closed under the operation on G H is closed under the operation of G H is closed under the operation on G if and only if H is a subgroup അല്ലേ സബ്ഗ്രൂപ്പ് ഓഫ് G എന്താ പറഞ്ഞ ഈ തിയറം പറഞ്ഞ എന്താ നിങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ ഫൈനൈറ്റ് സബ്സെറ്റിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഫൈനൈറ്റ് സബ്സെറ്റ് എടുത്തിട്ട് അത് സബ് ഗ്രൂപ്പ് ആണോ നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് മാത്രം നോക്കിയാൽ മതി ക്ലോഷർ പ്രോപ്പർട്ടി മാത്രം നോക്കിയാൽ മതി അല്ലേ അല്ലെങ്കിൽ ബൈനറി ക്ലോസറിന്റെ മറ്റൊരു പേരാണല്ലോ ബൈനറി എന്ന് പറഞ്ഞാൽ അല്ലേ ബൈനറി കണ്ടീഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ബൈനറി കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾ 2 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെ വരൂടെ R0 into A വരുമെന്ന് നോക്കണേ കാരണം എന്താ R0യും Aയും ഞാൻ ഇങ്ങനെ എടുത്തു R0യും Aയും R0 into R0 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 into A into R0 A into A R0 നോക്കിയേ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ സെറ്റിലെ ആൾക്കാരല്ലേ ബൈനറി ആണ് ഫൈനൈറ്റ് സെറ്റ് അല്ലേ ഫൈനൈറ്റ് സബ്സെറ്റ് അല്ലേ ബൈനറി ആയാൽ പിന്നെ എന്താ ഈ ഗ്രൂപ്പ് ആയല്ലോ അപ്പോ H2 ഒരു സബ് ഗ്രൂപ്പ് ആണ് ശരിയല്ലേ അടുത്ത് H3 R0B അവിടെ നോക്കിയാൽ മതി R0B അല്ലേ R0B R0 into R0 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 into B into R0 B into B R0 അപ്പൊ അത് സബ് ഗ്രൂപ്പ് ആണ് H4 R0, C അതും സബ് ഗ്രൂപ്പ് ആയിരിക്കും ഇനി 3 എലമെന്റുള്ള വേറെ ഏതെങ്കിലും സബ് ഗ്രൂപ്പ് കിട്ടിയോ വേറെ ആരും സബ് ഗ്രൂപ്പ് ആവില്ല 3 എലമെന്റ്സ് ഉള്ള ഇനി അടുത്ത സബ് ഗ്രൂപ്പ് R0 3 എലമെന്റ്സ് ഉള്ള
R0, R120, R240. ഇതൊരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇപ്പൊ അത് നോക്കാൻ വേണ്ടി പ്രത്യേകം ഫിഗർ ഒന്നും വരയ്ക്കണം. നിങ്ങളിതാ ഈ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മതി. ഏത് ഫിഗർ? ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നോക്കിയാൽ മതി. ഇത്രയും മാത്രം നോക്കിയാൽ പോലെ. അതെ, സെക്കൻഡ് ക്വാഡ്രന്റ് ഇത്രയും മാത്രം നോക്കിയാൽ പോലെ. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ മുഴുവനും ഇതൊരു ഫൈനൈറ്റ് സബ്സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ മുഴുവനും ഈ 3 പേരും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ബൈനറി ആണ്. അപ്പോൾ ഇത് സബ് ഗ്രൂപ്പാണ്. നിങ്ങൾ ഇനി എത്ര നോക്കിയാലും 3 ഓർഡറുള്ള മറ്റൊരു സബ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇയാൾ മാത്രമേ ഉണ്ടാവൂ. പിന്നെ അടുത്ത സബ് ഗ്രൂപ്പ് H6 is equal to D3 itself. ഇതാണ് സബ് ഗ്രൂപ്പ്സ് ഓഫ് D3. ഇനി ഓർഡർ ഓഫ് എലമെന്റ്സ് ഓഫ് D3. D3ന്റെ ഓർഡർ എത്രയെന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി എലമെന്റുകളുടെ ഓർഡറോ? റോ0ന്റെ ഓർഡർ R0ന്റെ ഓർഡർ എത്രയാണ്? R0 റൈസ് ടു 1 R0 അല്ലേ? അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ഓർഡർ ഓഫ് R0. ഓർഡർ ഓഫ് R0 1 ആണ്. ഇനി R120ന്റെ ഓർഡർ എത്രയാ? ഒരു എലമെന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ പവേഴ്സ് എടുക്കുക. R0 റൈസ് ടു 1, R0 റൈസ് ടു 2, R0 റൈസ് ടു 3, R0 റൈസ് ടു 4 എല്ലാ പവേഴ്സും എടുത്തോണ്ടിരിക്കുക. എന്ത് പവർ എടുത്താലും R0 റൈസ് ടു ഏത് പവർ വന്നാലും R0 വരുള്ളൂ. R0 into R0 1 ആണ്. R0 into R0 into R0 1 ആണ്. അപ്പൊ അതിൽ മിനിമം ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റീജർ 1 ആണ്. അപ്പൊ R0ന്റെ ഓർഡർ 1 ആണ്. R120 നോക്കിയേ, R120 റൈസ് ടു 1 R120 ആണ്. R0 ആയിരുന്നുവെങ്കിൽ ഓർഡർ 1 ആയേനെ. 1 ഓർഡർ അല്ല. R120 റൈസ് ടു 2 R120ന്റെ സ്ക്വയർ എന്താ? R120 എത്ര വന്ന്? ടേബിൾ നോക്കിയാൽ മതിയല്ലോ. R120 into R120 R240 അല്ലേ? R240 ഓർഡർ എന്തല്ല? 2 അല്ല, കാരണം R0 വന്നില്ലല്ലോ. R120 ക്യൂബ് എന്താ? R120 ക്യൂബ് എന്ന് വെച്ചാൽ R120 സ്ക്വയർ ഇൻറ്റു R120. R120 സ്ക്വയർ എത്ര? R240. R240 ഇൻറ്റു R120 അല്ലേ? R240 ഇൻറ്റു R120 R0 ആണ്. R0 R120 ക്യൂബ് R0 വന്നല്ലോ. അപ്പോൾ ഓർഡർ എന്തായി? Which implies order of R120 is equal to 3. അടുത്ത് R240 റൈസ് ടു 1 R240 R0 വന്നില്ല, ഓർഡർ ഒന്നല്ല. R240 സ്ക്വയർ എന്താണ്? R240 ഇൻറ്റു R240 ഇൻറ്റു R240 എത്രയാണ്? R480 വരും. 480 എന്ന് വെച്ചാൽ 480 360 480 പോയാൽ 120 അല്ലെ? R120 അല്ലെങ്കിൽ ആ ടേബിൾ നോക്കിയാൽ മതി. അപ്പൊ എന്തല്ല? R0 അല്ല. അപ്പൊ ഓർഡർ എന്തല്ല? ഓർഡർ 2 അല്ല. R240ന്റെ ഓർഡർ 2 അല്ല. ഇനി R240 ക്യൂബ് എന്താ? R240 ക്യൂബ് R240 സ്ക്വയർ ഇൻറ്റു R240 സ്ക്വയർ R120 തൊട്ട് മുന്നേ ഇരിക്കുന്നു. R240 ഈക്വൽ ടു R360 R0 വന്നില്ലേ? അപ്പൊ എന്താ ഓർഡർ ഓഫ് R240 എത്ര വന്നു? 3 വന്നു. ഇനി a raised to 1 a. What is a square? A square is a into a അല്ലേ? a into a നോക്കിയേ ആ ടേബിളിലെ. നിങ്ങൾ ടേബിൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. a into a R0 implies order of a is 2. b raised to 1 b അല്ലേ? b സ്ക്വയർ എന്താ? b into b എന്താ? അത് R0. ടേബിൾ നോക്കിയാൽ ഓർഡർ ഓഫ് ബിയും 2 ആണ്.
Order of the element B. B at the C L. C raised to 1 C ആണ് order 1 അല്ല C square is equal to C into C is equal to R0. അപ്പോൾ order of C എന്ത് വന്നേ അതും 2 ആണ്. അപ്പോൾ എന്റെ R0ന്റെ ഓർഡർ 1 ആണ്, R120ന്റെ ഓർഡർ 2 ആണ്, 3 ആണ്, R240ന്റെ ഓർഡർ 3 ആണ്. ബാക്കിയുള്ള 3 എലമെന്റ്സുകളുടെ ഓർഡർ 2 വീതമാണ്. ഗ്രൂപ്പിന്റെ ഓർഡർ എത്രയാണ്? 6 ആണ്. ഇനി D4ന്റെ ഓർഡർ എത്രയാണ്? 8 അല്ലേ? ഓർഡർ ഓഫ് D4 ഈസ് 8. ഓർഡർ ഓഫ് എലമെന്റ്സ് ഓഫ് D4 ഓർഡർ ഓഫ് എലമെന്റ്സ് ഓഫ് D4 ഒരു എലമെന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? ഒരു എലമെന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? ജി ഒരു ഗ്രൂപ്പാണ്, എ ജിയിൽ എലമെന്റ് ആണ്. ഓർഡർ ഓഫ് എ ഇൻ ജി ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ n such that അങ്ങനല്ലേ? ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ n such that order of A is the in G is the least positive integer n such that A raised to n is equal to identity അല്ലേ? A raised to n ഐഡന്റിറ്റി ആവുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റിജറിനെയാണ് എന്നിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ R0ന്റെ ഓർഡർ എന്താണ്? R0 raised to 1 R0 അല്ലേ? ഓർഡർ ഓഫ് R0 in D4 is 1. അടുത്ത R90 raised to 1 R90 ആണ്. ഓർഡർ എന്തല്ല? 1 അല്ല. R90 സ്ക്വയർ എന്താ? R90 സ്ക്വയർ R90 into R90 അല്ലേ? ഒന്ന് സ്പീഡ് പറയടോ. R180 R0 അല്ല, അപ്പോൾ ഓർഡർ 2 അല്ല അല്ലേ? R180 സ്ക്വയർ എന്താണ്? R180 സ്ക്വയർ R180 അയ്യോ R90 ക്യൂബ് എന്താ? R90 ക്യൂബ് എന്ന് വെച്ചാൽ R90 സ്ക്വയർ ഇൻറ്റു R90 സ്ക്വയർ R180 ഇൻറ്റു R90 ഇൻറ്റു R9 is R270. എന്തല്ല? ഐഡന്റിറ്റി കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഓർഡർ 3 അല്ല. R90 the whole raised to 4 എന്താണ്? R90 the whole cube into R90 the whole cube എന്താണ്? അത് തൊട്ട് മുന്നേ എഴുതിക്കല്ലേ? R270 into R90 into R90 R360 R0 അല്ലേ? അപ്പോൾ R90 raised to 4 എത്ര വന്നു? R0 വന്നു. which implies order of the elements order of R90 is എത്ര വന്ന്? order of the element R90 is 4 എന്ന്. ഇതുപോലെ R180ന്റെ ഓർഡറും എത്ര തന്നെ? ചെയ്തവരല്ലേ നിങ്ങൾ? R180 raised to 1 നോക്കുക, R180 സ്ക്വയർ നോക്കുക, R180 ക്യൂബ് നോക്കുക, R180 raised to 4 നോക്കുക. അപ്പോഴത് ഐഡന്റിറ്റി വരും. which implies order of R180 is 4 എന്ന് വരും. ശരിയാണോ? order of R180 is 4. അടുത്ത് R270 raised to 1 R270 വരുള്ളൂ. R270 സ്ക്വയർ R270 സ്ക്വയർ R270 into R270 എന്താ? R540 അല്ലേ? R540 എന്ന് വെച്ചാൽ 360 540 പോയാലോ 180 അല്ലേ? അപ്പോൾ ഓർഡർ എന്തല്ല? 2 അല്ല. R270 ക്യൂബ് എന്താ? R270 സ്ക്വയർ 180 into R270 അല്ലേ?
480 അല്ലേ? ആർ 450 എന്ന് വെച്ചാൽ എത്രയാണ്? 450 വെച്ചാൽ 360 അല്ലെ? 450 360 ഡിവൈഡ് ചെയ്യുമ്പോൾ 90. ആർ 270 റൈസ് ടു 4 എത്ര വന്നേ? ആർ 270 ക്യൂബ് ആർ 90 ഇൻറ്റു ആർ 270 ആർ 360 ആണ്. ആർ 0 വന്നു. അപ്പൊ ഇവിടെ ഓർഡർ ഓഫ് ആർ 270 എത്ര വരും? 4 വരും അല്ലെ? ഫോർത്ത് ആർ 270ന്റെ ഫോർത്ത് പവർ അല്ലേ ഐഡന്റിറ്റി എലമെന്റ് കിട്ടിയത്? അപ്പൊ ആർ 270ന്റെ ഓർഡർ 4. അടുത്ത് ആ എത്രയുള്ളൂ? ആർ 90. അപ്പോ അടുത്ത് ഓർഡർ ഓഫ് എ റൈസ് ടു 1 അല്ല, എ അല്ലല്ലോ ഇവിടെ വന്ന് നമ്മൾ അങ്ങനെയല്ലല്ലോ. എച്ച് എടുത്തല്ലേ? അടുത്ത എലമെന്റ് എച്ച് അല്ലേ? ഇവിടെ D4 എലമെന്റ്സ് ആരാ? ഞാൻ അതൊക്കെ പറയാതെ പോവാണോ? D4 എലമെന്റ്സ് ആരാ? D4 എലമെന്റ്സ് ആരടോ? R0, R90, R270, R180, പിന്നെ H അല്ലേ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫ്ലിപ്പ്. അടുത്ത് വെർട്ടിക്കൽ ഫ്ലിപ്പ്, ഡയഗണൽ ഫ്ലിപ്പ്, മറ്റേ അതർ ഡയഗണൽ ഫ്ലിപ്പ്. അങ്ങനെ എത്രയും ആൾക്കാരുള്ള D4. ഇനി ഹെച്ചിന്റെ ഓർഡർ എത്ര? നിങ്ങൾ പറ, ഒന്ന് പറയടോ. ഹെച്ചിന്റെ ഓർഡർ എത്രയാ? ശരിയാണ്. ആ 180യുടെ ഓർഡർ 2 വരും. ആ 180 ഇവിടെ 0 വരും. ആ 180 ഇൻറ്റു ആ 180. സോറി, ആ 180 ഇൻറ്റു ആ 180 ഈസ് ഈക്വൽ ടു R0. ശരിയാണ്. അതിനുള്ള therefore order of R180 is equal to so h raised to 1 h ആണല്ലേ? h സ്ക്വയർ എന്ന് തോന്നേ എന്താണ്? h വെച്ചടേ ടേബിളിൽ പറ. h വെച്ച് എന്താ ടേബിൾ നോക്കടേ? hence order of h is 2 ആയിരിക്കും അല്ലേ? അടുത്ത് v raised to 1 v ആണ്. v സ്ക്വയർ ഐഡന്റിറ്റി ആയിട്ട് v സ്ക്വയർ ഐഡന്റിറ്റി ഇടയില്ലേ? implies order of v0. order of v is 2. അടുത്ത് d raised to 1 d ആണ്. d സ്ക്വയർ r0. order of d യും 2 കിട്ടും. അടുത്ത് d ഡാഷ് റൈസ് ടു 1 d ഡാഷ് ആണ്. d ഡാഷ് സ്ക്വയർ r0 ആണ്. ആണല്ലോ? ഓർഡർ ഓഫ് d ഡാഷ് ഈക്വൽ ടു വരും. ശരിയാണോ? ശരിയാണോ? ശരിയാണോ?
നെക്സ്റ്റ് സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിച്ചോ. ഇത് ഞാൻ പറയില്ല, നിങ്ങൾ ഇന്നലെ ആദ്യമാണ് ഹോംവർക്കാണ്. സബ് ഗ്രൂപ്പ്സ് ഓഫ് D4 ഒരെണ്ണം ഞാൻ പറയാം. ഏതാ? R0. അതിപ്പോൾ എല്ലാവരും പറയും. അടുത്ത് പറഞ്ഞേ, 2 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് ഉണ്ടോ? 2 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് ഉണ്ടോടെ? നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞല്ലേ? 2 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് പറഞ്ഞ് ആരെങ്കിലും ചെയ്തില്ലേ? R0 R0H R0 R180 വരുമോ? R0 R180 ബൈനറി മാത്രം നോക്കിയാൽ മതി. സബ് ഗ്രൂപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ ബൈനറി മാത്രം നോക്കിയാൽ മതി എന്ന് തിയറം പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആ തിയറം ഉപയോഗിക്കാമല്ലോ. ബൈനറി അല്ലേ, ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അടുത്ത് H3 R0 H1 അല്ലേ. അടുത്ത സബ് ഗ്രൂപ്പോ R0 നോക്കിയാൽ മതി. R0 ഈ 2 ഓർഡറുള്ള എലമെന്റ്സുകളൊക്കെ ആ എലമെന്റും ഐഡന്റിറ്റി എലമെന്റും കൂടി എടുത്തു കഴിഞ്ഞാൽ സബ് ഗ്രൂപ്പാണ്. 2 ഓർഡറുള്ള എലമെന്റ്സ് എല്ലാം എങ്ങനെയാണ്? R0 V, കാരണം വിന്റെ ഇൻവേഴ്സ് V തന്നെ. H5 R0 D R0 D ഡാഷ്. കണ്ടോ? 2 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് ഇത്രയേ ഉള്ളൂ. അടുത്ത 3 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് പറ. 3 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് പറയടേ. 3 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് വരൂലേ അല്ലേ? വരൂലേ? സബ് ഗ്രൂപ്പ് ഇല്ല അല്ലേ? കാര്യം എന്താ? ഈ 3 ഡിവൈഡ് ചെയ്യാത്തതുകൊണ്ട് 3 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവില്ല. ഓക്കെ, 3 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് ഇല്ല. 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ. 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് ആരൊക്കെയാ? R0 എന്തായാലും R0 ഉണ്ടായാലേ പറ്റുള്ളൂ സബ് ഗ്രൂപ്പിൽ. ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടായാലേ പറ്റുള്ളൂ. 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് ആരാ? പറയടോ. R0 R90 R180 R270. ഓക്കെ, വേറെ ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? അടുത്താരാ 4 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ്? ആരൊക്കെടേ? ഫോർ എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്സ് ഉണ്ടോ വേറെ? ഫോർ എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് വരുന്നില്ലേ വേറെ? വേറെ കിട്ടിയില്ലേ? പറഞ്ഞോ. R0 R180 H P. കൊള്ളാം, പിടിക്കും. അടുത്തോ? ഇത് മെനക്കെട്ടിരുന്ന് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. R180 D ഡാഷ്. കൊള്ളാം. ഇനി ഏതുണ്ട്? കഴിഞ്ഞോ? എന്ത്? D4. ഓക്കെ,
10 സബ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ? 10 സബ് ഗ്രൂപ്പ്സ് ഉള്ള 5 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവൂല അല്ലേ? കാരണം എന്താ? 6 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവൂല, 7 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവൂല. 8നെ ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം നോക്കിയാൽ മതി. 8നെ ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാർ 1, 2, 4, 8. അപ്പം അതുകൊണ്ടാണ് 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഇല്ല, 5 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഇല്ല, 6 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഇല്ല, 7 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഇല്ല. എത്രയായിരിക്കും D4ന്റെ സബ് ഗ്രൂപ്പ്സ്? സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കാൻ വേറെ മായാജാലങ്ങളോ മന്ത്രങ്ങളോ ഒന്നുമില്ല. സബ്സെറ്റുകൾ എടുത്തിട്ട് നോക്കിയാൽ മതി. സബ്സെറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ ആദ്യം തന്നെ ഐഡന്റിറ്റി ഇല്ലാത്തതിനൊക്കെ അങ്ങ് ഒഴിവാക്കുക. പിന്നെ 3 ഓർഡറുള്ള സബ്സെറ്റിനെ ഒഴിവാക്കുക, 5 ഓർഡറുള്ള സബ്സെറ്റുകളെ ഒഴിവാക്കുക, 7 ഓർഡറുള്ള സബ്സെറ്റുകൾ ഒഴിവാക്കുക, 6 ഓർഡറുള്ള സബ്സെറ്റുകൾ ഒഴിവാക്കുക. പിന്നെ 1 ഓർഡറുള്ളതും 2 ഓർഡറുള്ളതും 4 ഓർഡറുള്ളതുമുള്ള ആയിട്ടുള്ള സബ്സെറ്റുകളിൽ ഐഡന്റിറ്റി എലമെന്റ് ഉള്ളതിനെ മാത്രം നിലനിർത്തിയിട്ട് അവിടെ എന്ത് നോക്കണം? ബൈനറി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ അല്ലെ? ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബൈനറി മാത്രം നോക്കിയാൽ അങ്ങനെ മെനക്കെട്ട് കണ്ടുപിടിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഡൗട്ട്സ് ഉണ്ടോ ഇതില്? ഡൗട്ട്സ് ഉണ്ടോ? തിയറം 1.10 10ാമത്തെ തിയറമാണ് അത്. അടുത്തത് let capital G be a group and small a element of be any element of G, then set of all a raised to n such that n element of Z is a subgroup of G. ഇവിടെ കണ്ടില്ലേ? അപ്പോൾ G ഒരു ഗ്രൂപ്പ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ട് തീർന്നോട്ടെ. G ഒരു ഗ്രൂപ്പാണ് 1 - 1 I - I. ഇത് ഏത് ഗ്രൂപ്പടേ? ഈ ഗ്രൂപ്പിന്റെ പേരെന്തുവാ? G is equal to 1 - 1 I - I. ഈ ഗ്രൂപ്പിന്റെ പേരെന്തുവാ? സെറ്റ് ഓഫ് ഓൾ ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റ് അല്ലേ? കൊള്ളാം. ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. അപ്പോൾ A is equal to -1. -1ന്റെ എല്ലാ പവേഴ്സും കൊടുക്ക്. ഇവിടെ കണ്ടില്ലേ? ഇസഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻഡിജർ പവേഴ്സ് ആണ് ഇസഡിലെ ആൾക്കാർ എടുത്തിരിക്കുന്നത്. N എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസഡിലെ ആൾക്കാരാണ്. ഇസഡ് ഇൻഡിജർ ആണ്. ഇൻഡിജേഴ്സ് നമുക്ക് അറിഞ്ഞുകൂടെ? ഇസഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പം നമ്മൾ ഈ സെക്ഷനിൽ ശ്രദ്ധിക്കണം, ഇസഡിലെ ആൾക്കാരാണ് നമ്മൾ പവർ എടുക്കുന്നത്. ഇസഡിൽ -2, -1, 0, 1, 2, 3 ഇങ്ങനെ പോകും. അപ്പോൾ -1 raised to 1, 1, -1 raised to 2, 1, -1 cube, -1 raised to 4, 1. അപ്പോൾ എന്തേ വരുള്ളൂ? നിങ്ങൾ നോക്കിയേ, -1 the whole raised to n such that n element of Z. ഈ സെറ്റ് എടുത്താൽ ഈ സെറ്റിന്റെ മീനിങ് എന്താണ്? -1 raised to 1, -1 raised to 2, -1 raised to 3, etc. -1 raised to 0, -1 raised to -1, etc. അല്ലെ? എല്ലാ ഇസഡും എവിടെ എടുക്കുന്നു? -1ന്റെ പവറുകൾ എടുക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആകെപ്പാടെ 2 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ -1ന്റെ ഏത് ഇൻഡിജർ പവേഴ്സ് എടുത്താലും 1ഉം -1ഉം മാത്രമേ കിട്ടിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ ഇത് സബ് ഗ്രൂപ്പ് അല്ലേ? നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? G എന്ന ഗ്രൂപ്പിന്റെ അല്ലെ, ഒരു G എന്ന ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പാണ് ആര്? 1 - 1. 1 - 1 എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ -1 the whole raised to n such that n element of Z. അല്ലെ? 1 - 1 സെറ്റ് ആരാണ്? സെറ്റ് ഓഫ് ഓൾ Z -1 the whole raised to n such that n element of Z. -1ന്റെ എല്ലാ ഇൻഡിജർ പവേഴ്സ് കൊടുക്കുക. ശരിയാണോ?
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇതാണ് സബ് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സബ് ഗ്രൂപ്പ് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലെറ്റ് ഇതിനെ h എന്ന് വിളിക്കാം. ലെറ്റ് h is equal to set of all a raised to n such that n element of z be a subset of g അല്ലേ? ഇതൊരു സബ്സെറ്റ് ആണല്ലോ. ഇതൊരു സബ്സെറ്റ് ആണ്. എനിക്കിത് സബ് ഗ്രൂപ്പ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? വി ഹാവ് a raised to 0. അപ്പോൾ വി ഹാവ് a raised to 1 ഉണ്ടല്ലോ. a raised to 1 എന്ന് വെച്ചാൽ a അല്ലേ? അതെവിടെ ഉണ്ടാവും? h ഉണ്ടാവും. അതുകൊണ്ട് h ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. വിച്ച് ഇംപ്ലൈസ് h is a നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. h is a നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. h is a non empty subset of G. ഇനി ഇത് സബ് ഗ്രൂപ്പ് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ഗ്രൂപ്പ് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര റിസൾട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജി എന്ന ഒരു ഗ്രൂപ്പ് തന്നിട്ട് ജി ഒരു ഗ്രൂപ്പാണ്, എച്ച് ജിന്റെ സബ്സെറ്റ് ആണ് അല്ലെ? എച്ചിനെ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഡെഫിനിഷൻ പറഞ്ഞ എന്താണ്? എച്ച് ഇറ്റ് സെൽഫ് എ ഗ്രൂപ്പ് എന്ന് പറയണം. എന്ന് വെച്ചാൽ അവിടെ 4 കണ്ടീഷൻ പറയണം അല്ലെ? അവിടെ 4 കണ്ടീഷൻസ് പറയണം. രണ്ടാമത് തിയറം പറഞ്ഞല്ലോ, എച്ച് സബ് ഗ്രൂപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എ ബി ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് എച്ച് പറഞ്ഞാൽ മതി. മൂന്നാമത് പറഞ്ഞ എന്താ? എച്ച് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെങ്കിൽ, ഇവിടെ എച്ച് നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ കേസ് എച്ച് ഒരു നോൺ എംപ്റ്റി എല്ലാ നോൺ എംപ്റ്റി കേസ് തന്നെയാണ്. മൂന്നാമത്തത് പറഞ്ഞതോ, നിങ്ങൾ ബൈനറിയും ഇൻവേഴ്സും മാത്രം ചെക്ക് ചെയ്താൽ മതി എച്ചിനകത്ത്. ബൈനറി ഓൺ എച്ച് ആൻഡ് ഇൻവേഴ്സ് ഓൺ എച്ച്. നാലാമത് പറഞ്ഞത്, ഇപ്പൊ ഈ എച്ച് ഈസ് എ ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ജി ആണെങ്കിൽ, എച്ച് ഈസ് എ ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ജി ആണെങ്കിൽ ആൻഡ് എച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ, എച്ച് ഈസ് ബൈനറി, എച്ച് ഈസ് ക്ലോസ്ഡ് ഇൻ ജി ആണെങ്കിൽ, ഫൈനൈറ്റും ക്ലോസ്ഡും ആണെങ്കിൽ സബ് ഗ്രൂപ്പ് ആവും. ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല. വേറെ റിസൾട്ട് പറഞ്ഞില്ലല്ലോ. ഒന്നാമത്തത് ഡെഫിനിഷൻ, രണ്ടാമത്തത് 1 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ്, മൂന്നാമത്തത് 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ്, നാലാമത്തത് ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ സബ് ഗ്രൂപ്പ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് തന്നിട്ട് അതിന്റെ സബ്സെറ്റ്, ഒരു ഗ്രൂപ്പിലെ ഒരു സബ്സെറ്റിനെ തന്നിട്ട് നിങ്ങളോട് സബ് ഗ്രൂപ്പ് ആണെന്ന് നോക്കാൻ പറഞ്ഞാൽ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ 4 അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ ഏറ്റവും എളുപ്പം ഏതാ? എല്ലാം എളുപ്പം തന്നെ അല്ലേ? ഏതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്? ഒരു കണ്ടീഷൻ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോ ഫൈനൈറ്റ് ആയിരുന്നെങ്കിൽ ബൈനറി മാത്രം മതിയായിരുന്നു, മറ്റേതാണെങ്കിൽ ബൈനറി ഇൻവേഴ്സ് വേണം. ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ മാത്രമുള്ളത് ഈ ടെസ്റ്റ് അല്ലേ? 1 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഒരു ജി എന്ന ഗ്രൂപ്പിന്റെ എച്ച് എന്ന സബ്സെറ്റ് ഈ ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ, എച്ചിലെ ഏത് 2 എലമെന്റ്സ് എടുത്താലും അവയെ ഒന്നാമത്തെ എലമെന്റിന് രണ്ടാമത്തെ എലമെന്റിന്റെ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും എച്ചിൽ തന്നെ ഉണ്ടെങ്കിൽ എച്ച് സബ് ഗ്രൂപ്പ് ആയിരിക്കും. ആ റിസൾട്ട് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എച്ച് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. ഞാൻ എച്ചിൽ നിന്ന് 2 എലമെന്റ്സ് എടുക്കുകയാണ്. ലെറ്റ് എക്സ് കോമ വൈ എലമെന്റ് ഓഫ് എച്ച്. ഇനി സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇത് പ്രൂവ് ചെയ്താൽ മതി. എക്സ് വൈ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്താൽ അല്ലേ? എക്സ് വൈ എലമെന്റ് ഏതോ 2 എക്സും വൈയും എടുത്തപ്പോൾ എക്സ് വൈ ഇൻവേഴ്സ് എച്ചിലുണ്ടെങ്കിൽ ഏത് 2 എക്സ് വൈ എടുത്താലും
എക്സ് വൈ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ആയിരിക്കും ഫോർ ഓൾ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് എച്ച് അല്ലെ. എച്ചിലെ ഏത് രണ്ട് എലമെന്റ്സ് എക്സും വൈയും എച്ചിൽ നിന്ന് എടുത്താലും എക്സ് വൈ ഇൻവേഴ്സ് എച്ചിലുണ്ടെങ്കിൽ എച്ച് സബ് ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പറഞ്ഞത്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സും വൈയും എച്ചിലുണ്ടെന്ന് എടുത്തു. അപ്പോൾ എക്സും വൈയും എച്ചിലുണ്ടെന്ന് എടുത്താൽ എക്സും വൈയും എങ്ങനെ ഇരിക്കും? എച്ചിലെ എലമെന്റ്സ് ആരടോ? ഇവിടെ എച്ചിലെ എലമെന്റ്സ് ആരാ? എച്ചിലെ എലമെന്റ്സ് വരുന്നത് എങ്ങനെയാ? എന്റെ പവേഴ്സ് ആയിട്ടില്ല. എങ്ങനെയുള്ള പവേഴ്സാ? എന്റെ പവറിൽ ഏതെങ്കിലും ഇൻഡിജർ ഉണ്ടെങ്കിൽ അയാളെ പിടിച്ച് എച്ചിനകത്തിടും. അതാണ് ഈ സെറ്റിന്റെ പ്രത്യേകത. എന്റെ എല്ലാ ഇൻഡിജർ പവേഴ്സിന്റെയും കളക്ഷനാണ് എച്ച്. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെ ഇരിക്കും? എന്റെ ഏതെങ്കിലും സം ഇൻഡിജർ പവർ ആയിരിക്കും. then x is equal to sum a raised to x is equal to a raised to s അല്ലെങ്കിൽ m for some integer m അല്ലേ. y ഒരു a raised to s for some xും yയും എവിടെ ഉണ്ടെങ്കിൽ എച്ചിലുണ്ടെങ്കിൽ എച്ചിലുള്ള എലമെന്റ്സുകളുടെ സ്ട്രക്ചർ എന്താണ്? എച്ചിലുള്ള എലമെന്റ്സുകളുടെ സ്ട്രക്ചർ ഇതാണ്. എന്താ? സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു n സച്ച് ദാറ്റ് n എലമെന്റ് ഓഫ് സെറ്റ്. എന്റെ പവറിൽ ഏത് ഇൻഡിജർ വന്നാലും അയാൾ എച്ചിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ എച്ച് എടുത്തിരിക്കുന്നു. അപ്പോൾ y a റൈസ് ടു s എന്ന് എടുത്തു. y a റൈസ് ടു s ആണെങ്കിൽ വാട്ട് ഈസ് y ഇൻവേഴ്സ്? y ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? a റൈസ് ടു s ദ ഹോൾ ഇൻവേഴ്സ് അല്ലേ, equal to a raised to minus s. അതും എലമെന്റ് ഓഫ് എച്ച് ആയിരിക്കും. കാരണം എന്താ? എന്റെ പവറില് ഇൻഡിജർ വന്നാൽ അയാള് മൊത്തത്തിൽ എച്ചിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്റെ പവറിൽ മൈനസ് എസ് ആണ് വന്നിരിക്കുന്നത്. എസ് ഇൻഡിജർ അല്ലേ? എസ് ഇൻഡിജർ ആണെങ്കിൽ മൈനസ് എസ് ഇൻഡിജർ ആണല്ലോ. അപ്പോൾ മൈനസ് എസ് ഇൻഡിജർ ആയതുകൊണ്ട് എ റൈസ് ടു മൈനസ് എസ് എച്ചിൽ വരും. എ റൈസ് ടു മൈനസ് എസിനെയാണ് വൈ ഇൻവേഴ്സ് എന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ that is x into y inverse. x എന്തെടുത്തു? a raised to m. y inverse എന്തെന്ന് പറഞ്ഞിരിക്കുന്നു? a raised to minus s. ഓ, m-ഉം മൈനസ് എസും ഇൻഡിജേഴ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ m മൈനസ് എസും ഇൻഡിജർ അല്ലേ? അപ്പൊ a raised to m മൈനസ് എസ് എവിടെ വരും? എച്ചിനകത്ത് വരണം. കാരണം എന്താ? m-ഉം s-ഉം ഇൻഡിജർ ആണ്, m മൈനസ് എസ് ഇൻഡിജർ ആണ്. രണ്ട് ഇൻഡിജേഴ്സിനെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇൻഡിജർ അല്ലേ? അപ്പോൾ എമ്മും എസും ഇൻഡിജർ ആണെങ്കിൽ m മൈനസ് എസ് ഇൻഡിജർ ആണ്. അപ്പോൾ എക്സ് വൈ ഇൻവേഴ്സ് എവിടെ ഉണ്ടായി? എക്സ് വൈ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ആയി അല്ലെ. ഏതോ രണ്ട് എക്സും വൈയും എടുത്തപ്പോൾ എക്സ് വൈ ഇൻവേഴ്സ് എച്ചിനകത്തുണ്ടെങ്കിൽ ഏത് രണ്ട് എക്സും വൈയും എടുത്താലും എക്സ് വൈ ഇൻവേഴ്സ് എച്ചിനകത്തുണ്ടാവും. hence H is a subgroup of G. Then H is a subgroup of G. By a test, by one step subgroup test. One step subgroup test ആണല്ലേ. ഏക നമ്പർ എത്രയാണെങ്കിൽ അത്ര എഴുതിക്കും. വൺ സ്റ്റെപ്പ് സബ്ഗ്രൂപ്പ് ടെസ്റ്റ്. എച്ച് സബ്ഗ്രൂപ്പ് ആയി അല്ലെ. എച്ച് സബ്ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലേ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ എന്തെന്നാ എടുത്തിരിക്കുന്നത്? എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നാ എടുത്തിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു n സച്ച് ദാറ്റ് n എലമെന്റ് ഓഫ് z എന്നല്ലേ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ that is set of all a raised to n such that n element of z is a subgroup of G. Next, cyclic subgroup, cyclic group. അടുത്ത ദിവസം. അപ്പോൾ ഹോംവർക്കുകൾ ഒത്തിരി ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാൻ കിടപ്പുണ്ട്. പറയാൻ നമുക്ക് പോർഷൻ കുറച്ചുകൂടി നീങ്ങണം.